താനൂർ തെയ്യാലയിൽ കാർ യാത്രികരെ ആക്രമിച്ച് 2 കോടി രൂപ കവർന്ന കേസിൽ അതിശയിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കവർച്ച മാസങ്ങൾക്ക് മുമ്പേ ആസൂത്രണം ചെയ്തിരുന്നതായും കവർച്ചയ്ക്കായി കാറും ആയുധങ്ങളും ഉൾപ്പെടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതായും പോലീസ് കണ്ടെത്തൽ. കേസിലെ മുഖ്യപ്രതിയുടെയും 2 കൂട്ടാളികളുടെയും അറസ്റ്റോടെയാണ് നടക്കുന്ന വിവരങ്ങൾ താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയ തിരൂരങ്ങാടി തടത്തിൽ വീട്ടിൽ അബ്ദുൽ കരീം, പരപ്പനങ്ങാടി മംഗലശ്ശേരി വീട്ടിൽ രജീഷ്, പരപ്പനങ്ങാടി പന്താരങ്ങാടി വലിയ പീടിയക്കൽ വീട്ടിൽ മുഹമ്മദ് ഫവാസ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അബ്ദുൽ കരീമിനെയും രജീഷിനെയും ഗോവയിൽ നിന്ന് മടങ്ങി വരുമ്പോഴും ഫവാസിനെ തിരൂരങ്ങാടിയിൽ നിന്നുമാണ് പിടികൂടിയത്. കവർച്ചയ്ക്കായി സംഘം ഉപയോഗിച്ച കാറും ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. കേസിൽ അന്വേഷണം തുടരുകയാണെന്ന് താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് അറിയിച്ചു. സംഭവം നടന്നതു മുതൽ ഊണും ഉറക്കവും ഒഴിച്ച് പോലീസ് സംഘങ്ങൾ പ്രവർത്തിച്ചതോടെയാണ് ദിവസങ്ങൾക്കുള്ളിൽ കവർച്ചാ സംഘത്തെ പിടികൂടാൻ സാധിച്ചത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നേരിട്ടാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നത്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. താനൂർ ഡിവൈഎസ്പി പി പ്രമോദ്, മലപ്പുറം ഡിവൈഎസ്പി ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചായിരുന്നു അന്വേഷണം. സംഭവത്തിന് ശേഷം അബ്ദുൽ കരീമും രജീഷും ഗോവയിലേക്ക് രക്ഷപ്പെട്ടതായും അവിടെ നിന്ന് മടങ്ങി വരുന്നതിനിടെയാണ് സംഘത്തെ പിടികൂടിയതെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഓഗസ്റ്റ് 14 രാത്രി തെയ്യാല തട്ടത്തലയിൽ വെച്ചായിരുന്നു കാറിൽ കൊണ്ടുപോവുകയായിരുന്ന തെന്നല സ്വദേശിയുടെ 2 കോടിയോളം രൂപ കാറിലെത്തിയ അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം കവർന്നത്. വടിവാളുകൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചും കാർ തല്ലിത്തകർത്തുമായിരുന്നു മുഖംമൂടി സംഘത്തിന്റെ കവർച്ച. തുടർന്ന് വന്ന കാറിൽ തന്നെ സംഘം രക്ഷപ്പെടുകയും ചെയ്തു. ഈ കാർ കവർച്ചയുടെ ആവശ്യത്തിന് മാത്രമായി വാങ്ങിയതാണെന്നും വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചാണ് കവർച്ചയ്ക്ക് ഉപയോഗിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം പാലക്കാട്ടെ ഒരാൾക്ക് വിൽക്കാനുള്ള നീക്കങ്ങളിലായിരുന്നു. പാലക്കാട് നിന്നാണ് കാർ പോലീസ് കണ്ടെത്തിയത്. എറണാകുളത്ത് നിന്ന് ഓൺലൈൻ വഴിയാണ് വ്യാജ നമ്പർ പ്ലേറ്റ് തരപ്പെടുത്തിയതെന്നും വ്യക്തമായിട്ടുണ്ട്. തെന്നല സ്വദേശിക്ക് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് ബാങ്ക് വഴി ലഭിച്ച പണമായിരുന്നു നഷ്ടമായത്. 1,92,50,000 രൂപയാണ് കാറിലുണ്ടായിരുന്നത്. കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. എഡിറ്റർ ലൈവ്, താനൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.